ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യം നമുക്ക് കുറച്ച് കോളിഫ്ലവർ എടുത്ത് ഇതളുകളായി തിരിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരും. തിളച്ച് ഒരു മുഴുവൻ വേവിലേക്ക് പോകാതെ ഒരു സെമി വേവ് എത്തി കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം വാർന്നു പോകാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് കടലമാവും അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അല്പം സോയാബീൻ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അല്പം വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ശരിക്കും പേസ്റ്റ് രൂപത്തിലേക്കാക്കാം. ഇപ്പോൾ നമ്മളുടെ കടലമാവ് ഒരു പേസ്റ്റ് രൂപത്തിലേക്കായി. അതിനുശേഷം നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയുടെ അനിയന്ത്രിതമായ വില കാരണം വളരെ കുറച്ച് വെളിച്ചെണ്ണ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം ഈ പാനിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ പേസ്റ്റിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ പീസായി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ